വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെഡ്ഡിങ് വ്ലോഗായിട്ടാണ്. ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കല്യാണം നടക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് തമിഴ്നാട്ടിലൊരു കല്യാണം കൂടാൻ പോവാണ് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇതാ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കല്യാണം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെയോ കസിൻ്റെയോ ഒന്നുമല്ല. ഞങ്ങൾ കൊച്ചിയിൽ നമ്മളെ ഓഫീസിൽ നമ്മളെ ടീം ലീഡറിൻ്റെ കല്യാണമാണ്. അപ്പം കല്യാണം സേലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ടീമിലുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറിയതാ നമ്മളുടെ സീറ്റിൽ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പം നമ്മൾ ബാക്കി ഫ്രണ്ട്സും മുഴുവനായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് തന്നെ എല്ലാവരും എത്തി. പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലൊരു കല്യാണത്തിന് കൂടാൻ പോകുന്നതും തമിഴ്നാട്ടിലേക്ക് ആദ്യമായിട്ട് പോകുന്നതും ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ എറണാകുളത്തുനിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് സേലത്തേക്കാണ്. പിന്നെ ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ തന്നെ സീറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അടുത്തടുത്തുള്ള സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ സേലം വരെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുന്നത് വരെ ഏകദേശം സീറ്റുകൾ കുറേയൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സംസാരിച്ചിരുന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്ന് ഒട്ടും ബോറടിക്കാണ്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് ആലുവയിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ട് കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവനും ഇതാ ലാസ്റ്റ് കയറി. ഇപ്പം നമ്മളെ ടീം ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മൾ TTR വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ടിക്കറ്റ്സൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം നമ്മളടുത്ത് സംസാരിച്ച് അങ്ങനെ TTR പോയി. പിന്നെ നമ്മൾ ഫുള്ള് പോവുകയായിരുന്നു കേട്ടോ. നമ്മൾ ഗെയിം കളിക്കുന്നു, അന്താക്ഷരി കളിക്കുന്നു, പാട്ട് പാടുന്നു, പാട്ട് വയ്ക്കുന്നു, അങ്ങനെ ഫുള്ള് ഒരു ഓളമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ സീറ്റ് കുറേ കാലി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഫുൾ ഫ്രീഡം കിട്ടിയ പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മളുടെ പാട്ടിൻ്റെ സൗണ്ടും താളവും ഒക്കെ കൂടിയ സമയത്ത് പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു സൗണ്ട് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ സമയത്താണ് പിന്നെ നമ്മളുടെ ഈ കലാപരിപാടികളൊക്കെ ഒന്ന് സൈഡാക്കി വെക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഫുള്ള് നമ്മളെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ എടുത്ത് കഴിക്കലായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ബോറടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്ത് സംസാരിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിക്കാൻ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രാവിലെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് തിരിച്ച് വരുന്നു. പിന്നെ ആ ഓഫീസിൽ നിന്ന് നമുക്ക് ഹോസ്റ്റൽ വരെയുള്ള ഒരു സമയം മാത്രം, ആ ഒരു കുറച്ച് സമയമാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണത്. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ടൈമിലൊക്കെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നത്. പക്ഷെ ഇത്രയും ലെങ്തി ആയിട്ട് നമുക്ക് സംസാരിക്കാനും ഇത്രയും നമുക്ക് ഒരുമിച്ചിരിക്കാൻ ഇത്രയും ഒരു സമയമൊക്കെ കിട്ടുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ ടീമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീം എനിക്ക് എന്താ പറയുക, കൊച്ചിയിലെ ഏറ്റവും ഇഷ്ടം നമ്മളെ കമ്പനീനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ടീമായിരുന്നു കേട്ടോ. അത്രയും അടിപൊളി ഒരു ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടീമിലെ ഒരു ബോണ്ട് എന്ന് പറയുന്നതും ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേലം എത്തിയത് തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. ശരിക്കും നമ്മളെ ട്രെയിൻ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണത്തെ ട്രെയിനും ഡിലേ ആയിരുന്നു. എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്കങ്ങനെ ട്രെയിനിലിരുന്ന് ബോറടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ടയർഡാവുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്കായ സമയത്ത് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഫുഡൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെ നമ്മൾ കഴിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു 5 മണി 5:30 ആയപ്പോഴേക്ക് തന്നെ സേലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സേലത്ത് പിന്നെ നമ്മളുടെ ടീം ലീഡർ നമുക്ക് വേണ്ടിയിട്ട് കാറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, എവിടെ എത്തി. കാരണം നമ്മൾക്ക് ആർക്കും തമിഴ്നാട് വലിയൊരു പരിചയമില്ല. നമ്മളെല്ലാവരും സേലത്ത് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളാരും ഇതുവരെ സേലത്തൊരു കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല. എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ സേലത്തെത്തി. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെയുള്ള ഒരു ട്രെയിൻ ജേണി ആയിരുന്നു. പക്ഷേ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രെയിൻ ജേണി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫൈനലി നമ്മളിതാ സേലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ
പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളടുത്ത് ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് ഈ ടിക്കറ്റൊക്കെ ചോദിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഞാനിതുവരെ അങ്ങനെ കേരളത്തിന് പുറത്തങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ട്രെയിൻ ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴേക്ക് തന്നെ കുറേ പേര് വന്നിട്ട് നമ്മളടുത്തുനിന്ന് ടിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കാണിച്ച് പുറത്തിറങ്ങി സ്റ്റേഷൻ്റെ പുറത്ത് എത്തിയപ്പോഴേക്ക് തന്നെ നമ്മളെ കാറ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 കാറുകളിലായിട്ട് നേരെ പോകുന്നത് നമ്മൾ ഗ്രൂമിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ ഗ്രൂമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നമ്മൾ ടീം ലീഡറിൻ്റെ പാരൻസൊക്കെ ആയിട്ട് സംസാരിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും കാറിൽ നമ്മൾ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളെ റൂമിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ ഒരു റൂമാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് ആ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ച് ഫ്രഷായി എല്ലാവരും ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകണം. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് വരും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മളെ കാറ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല വിശന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളാകെ ലഞ്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ചായ കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കാർ ഓൾറെഡി അവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാനൊരു ഗ്യാപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേഗം കാറിൽ കയറി നേരെ റൂമിലേക്ക് വരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ഫൈനലി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു തമിഴ്നാട്ടിലെ കല്യാണത്തിന് പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മളെ ടീം ലീഡറിനെ പോയി കണ്ട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ഉള്ളിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം പുറത്ത് വന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വിശന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കിട്ടേണ്ട പിന്നെ എല്ലാവരെയും കോൺസെൻട്രേഷൻ ഫുഡിലായിരുന്നു. ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ ഫുഡ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവരെന്ത് ഫുഡാണ് നമുക്ക് സെർവ് ചെയ്യുക, ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് അധിക സാധനങ്ങളുടെയും പേരറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയണത്. എനിക്ക് ആകെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് തൈരും പിന്നെ പപ്പടമാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെ പപ്പടത്തിൻ്റെ അത്ര സൈസ് ഇല്ല. അതുകൊണ്ട് പപ്പടമാണോ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ടേസ്റ്റ് വൈസും ഒരു ലുക്ക് വൈസും പപ്പടം പോലെ തോന്നി. പിന്നെ ഒരു റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി പോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇതിന് ചപ്പാത്തി ആണോ എന്ന് പറയാമെന്നറിയില്ല. പിന്നെ പനീർ കറിയാണോ എന്ന് തോന്നുന്നു. പനീർ അതിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 മെയിൻ ഡിഷസും പിന്നെ കുറേ സൈഡ് ഡിഷസൊക്കെ ഉള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും നന്നായിട്ട് വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ വീണ്ടും ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സമയം വെയിറ്റ് ചെയ്ത് അവിടെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരുടെ കുറച്ച് പരിപാടികളൊക്കെ കണ്ട് പിന്നെ ഡെസേർട്ടൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്ന് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലിരുന്ന് കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റൂമിലേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. റൂമിൽ നമ്മൾ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരത്തേക്ക് നമ്മൾ ടീമായിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കൊച്ചിയിലാണെങ്കിൽ പോലും നമ്മളങ്ങനെ ടീമായിട്ട് കൂടുതലൊന്നും പുറത്ത് പോയിട്ടില്ല. നമ്മൾ ആകെ 1-2 സമയം ടീം ഡിന്നർ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം നമുക്കൊരു ട്രിപ്പ് പോലെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ടീമായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംസാരിക്കാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റൂമിലെത്തിയതിനു ശേഷം കുറേ നേരം സംസാരിച്ചിരുന്നു. കുറേ നമ്മൾ കഥകൾ പറഞ്ഞു, പാട്ട് പാടി കുറേ നേരം സംസാരിച്ചിരുന്നു. കുറേ ലേറ്റായിട്ടാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സമയം സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മൾക്ക് താലികെട്ടുണ്ട്. അപ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം നമ്മളെ ട്രെയിൻ വരുന്നത് 10 മണിക്കാണ്. അപ്പം 9:30-10 മണി ആ ഒരു സമയത്താണ് നമ്മളെ ട്രെയിൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രെയിൻ വരുന്നത് ഈവനിങ്ങിലാണ്. അപ്പോൾ അത്രയും ടൈം നമ്മൾക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ട്രെയിനിന് പോകേണ്ടതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ വേഗം റെഡിയായി നമ്മൾ കാറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറ് വന്ന് നമ്മൾ നേരെ
ഇന്നലെ പോയിട്ടുള്ള സെയിം ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താലികെട്ട് കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്. എനിക്ക് ഇന്നലത്തെ ഫുഡിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അവരുടെ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡായിരുന്നു. അതിൽ ദോശ, ഇഡ്ഡലി, സാമ്പാർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ടിക്കറ്റ്സൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കിട്ടിയ ഓട്ടോറിക്ഷയിൽ എല്ലാവരും കൂടെ കുത്തി നിറച്ച് എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, ട്രെയിൻ മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ട്രെയിൻ നമ്മളെ പറ്റിച്ചു. ട്രെയിൻ ഇന്നും ഡിലേ ആണ്. അങ്ങനെ നമ്മൾ ഇതവിടെ ടയേർഡായിട്ട് നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി പിന്നെ ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കൂടുതൽ സമയം ഒരുമിച്ചിരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ സമയം നമ്മൾ കുറച്ച് എല്ലാവരും എൻജോയ് ചെയ്ത് ഒരുമിച്ചിരുന്നു. പിന്നെ ആളുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ സീറ്റൊക്കെ മാറിക്കൊടുത്തു. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി വന്നു. ഈ ബിരിയാണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്ക് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇതെന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു കല്യാണമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.